എനിക്ക് യാത്രകൾ എത്രമാത്രം ക്രേസാണെന്ന് എന്നെ അടുത്തറിയുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം. യാത്രകൾക്ക് വേണ്ടി ഏത് കടമ്പയും കടന്ന് ഞാൻ എത്തിപ്പെടുമെന്നും അറിയാം. ഇത്തവണ ആ കടമ്പ കടന്നത് ഒറ്റയ്ക്കൊരു ട്രെയിൻ യാത്ര നടത്തിയാണ്. കുട്ടിക്കാലം മുതലേ ട്രെയിൻ യാത്രയോട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ പേടിയുള്ള ഞാൻ ഇത്തവണ പുതിയ യാത്രാ എക്സ്പീരിയൻസ് തേടി ഒറ്റയ്ക്കൊരു ട്രെയിൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്കായിരുന്നില്ല, വഴിയിൽ നിന്ന് സുഹൃത്തുക്കളും അപരിചിതരുമായ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രാവൽ വാലിയിലെ റിൻഷാദിന്റെ പോസ്റ്റ് കണ്ടിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് ഞാൻ മുതിർന്നത്. അവനെ പലതവണ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. തലങ്ങും വിലങ്ങും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. അപ്പോ ഈ യാത്ര എനിക്ക് സമ്മാനിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമോ, ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കുമോ, എന്തായാലും ഞാനത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയത്. വീക്ക്ലി വൺസ് പോകുന്ന ഇൻഡോർ എക്സ്പ്രസിൽ ചാടിക്കേറിയത് ഇങ്ങനൊരു തീരുമാനത്തിൽ നമ്മുടെ സന്തോഷത്തിനും പ്രയോറിറ്റിക്കും വേണ്ടി മറ്റുള്ളവർ സമയം കളയണമെന്ന് ഞാൻ ഒട്ടും നിർബന്ധം പിടിക്കാറില്ല. അതിപ്പോൾ എൻ്റെ പാരൻസിനോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും അവരുടെ പ്രയോറിറ്റിയും സന്തോഷം നമ്മുടേതാവണമെന്നില്ല. നമ്മുടെ പ്രയോറിറ്റിയും സന്തോഷം അവരുടേതും ആവണമെന്നില്ല. നമ്മുടെ സന്തോഷവും പ്രയോറിറ്റിയും തേടി നമ്മൾ തന്നെ പോകണം. കാരണം നമ്മുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് നേരിടുന്നത്. അങ്ങനെയുള്ള ചലഞ്ചസ് നേരിടാൻ ഈ ഒരു ചെറിയ ചെറിയ ചലഞ്ചസുകളൊന്നും വലിയ കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ട്രാവൽ എക്സ്പീരിയൻസുകൾ ലൈഫിൽ കിട്ടാൻ ഇനിയും കടമ്പകൾ കടന്ന് എത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ യാത്രകളും എനിക്ക് സമ്മാനിക്കുന്ന ഓരോ എക്സ്പീരിയൻസും ഓരോ സുഹൃത്ത് വലയങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെയാണ്. അത് എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഒരുപാട് കടമ്പകൾ കടക്കാൻ ഞാൻ തയ്യാറാണ്. സോ ട്രാവൽ ഫാർ ഇനഫ് ടു ഫൈൻഡ് യുവർസെൽഫ്.